നമസ്കാരം, നിങ്ങൾ തൃശ്ശൂരുകാരാണോ? നമസ്കാരം, തൃശ്ശൂർ ടൗണിൽ തന്നെയാണല്ലോ. ഇവിടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി, അതായത് മോദിജി കൊണ്ടുവന്ന് നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇവിടെ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തോൽവിയല്ലേ, നാണക്കേടല്ലേ പ്രധാനമന്ത്രിക്ക്? അതെങ്ങനെ 542 ലോക്സഭാ സീറ്റുണ്ട് ഇന്ത്യയിൽ. ഇതിലൊരു തൃശ്ശൂർ സീറ്റ് മാത്രം തോറ്റാൽ അതെങ്ങനെ മോദിയുടെ പരാജയമായിട്ട് മാറുന്നത്? അത് എന്ത് ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ തൃശ്ശൂർ മോദി, അതായത് സുരേഷ് ഗോപിയെ മോദി കേന്ദ്രമന്ത്രിയാക്കും എന്നൊക്കെയുള്ളോ തൃശ്ശൂർ പ്രചാരണം? അതുകൊണ്ട് ചോദിച്ചതാ. അത് എന്തുകൊണ്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടല്ലോ. എന്താണ് യോഗ്യത ഇല്ലാത്തത്? ഇപ്പോൾ മോദി ഇതിനിടയ്ക്ക് പത്തനംതിട്ട പോയി അനിൽ ആൻ്റണിയെ കാണാൻ വേണ്ടി. അതുകൊണ്ട് അനിൽ ആൻ്റണി തോറ്റു കഴിഞ്ഞാൽ അത് മോദിയുടെ തോൽവിയായിട്ട് ആരെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ. മോദി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ചെയ്തമാരുള്ള വികസനം ദക്ഷിണേന്ത്യക്ക് വേണം എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മോദിക്ക് വോട്ട് ചെയ്യട്ടെ, താമരയ്ക്ക് വോട്ട് ചെയ്യട്ടെ, മോദി നിർത്തിയ സ്ഥാനാർത്ഥികളെ ജയിക്കട്ടെ. മോദിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടെ സുരേഷ് ഗോപിനെ നിർത്തിയത് ശരിയായ തീരുമാനമാണോ? ശരിയായ തീരുമാനമാണ്. ഉറച്ച സ്ഥാനാർത്ഥിയാണ്. ജയിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേർക്കും ഉറപ്പായ സ്ഥിതിക്ക് ഇവിടെ ഇടതനും വലതനും കൂട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ ഇവിടെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? ഒരിക്കലും ഇപ്രാവശ്യം അത് നടക്കില്ല. അത് സ്വപ്നം മാത്രമായിരിക്കുന്നതാണ്. കാരണം ഏകദേശം ഒരു 5.5 ലക്ഷം വോട്ടാണ് സുരേഷ് ഗോപിയുടെ ടീം ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതായത് എബോവ് 50% വോട്ട്, എബോവ് 40 to 50 ആ പെർസെൻറ്റേജ് വോട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എന്തുകൊണ്ടും സുരേഷ് ഗോപി വ്യക്തമായ ഭൂരിപക്ഷത്തിന് ജയിക്കും. കാരണം ബാക്കിയുള്ള ഇപ്പോൾ 40 കിട്ടിയാൽ തന്നെ ബാക്കിയുള്ള 60 എന്ന് പറയുന്നത് 30-30 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ 32-28 എന്ന ലെവലിൽ പോകും. എങ്ങനെ വന്നാലും ഒരു മോശമല്ലാത്ത മാർജിനിൽ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് ഈ ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുകയാണെങ്കിൽ, അവസാനം വരെ കഴിയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിലെയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ മറ്റു പല ഉത്തർപ്രദേശിലൊക്കെ പല സീറ്റുകളെയും പോലെ 50% കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ചിലപ്പോൾ അത്ഭുതം തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാഴ്ചവെച്ചാലും അതിൽ അതിശയോക്തി എന്ന് ഞാനിപ്പോൾ പറയില്ല. നമുക്ക് എന്തായാലും സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി വോട്ട് മറിച്ചാൽ സുരേഷ് ഗോപി കണിശമായിട്ട് തോൽക്കും എന്നാണ് പല ജനങ്ങളും ഞങ്ങളോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ ഇടതിനും വലതിനും മാറി മാറി കേരളം ഭരിച്ചു. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നു. കഴിഞ്ഞ 5 വർഷവും ഇടതുപക്ഷം ഭരിച്ചു. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 3 മന്ത്രിമാരുണ്ട്. കഴിഞ്ഞ വർഷവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 3 മന്ത്രിമാരുണ്ടായിരുന്നു. അതിലത്തെ ഒരു മന്ത്രി ഇന്നത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ. അദ്ദേഹം തൃശ്ശൂരിൻ്റെ MLA ആയിരുന്നു. നിങ്ങൾ ഈ തൃശ്ശൂർ നഗരത്തിലൊന്ന് ചുറ്റിക്കറങ്ങി അവിടെയുള്ള റോഡുകളുടെയും അവിടെയുള്ള പാലങ്ങളുടെയും അവിടെയുള്ള കോളനികളുടെയും അവിടെയുള്ള സാധാരണക്കാരൻ്റെയും ജീവിതത്തെപ്പറ്റി നിങ്ങളൊന്ന് പോയി നോക്ക്. എന്നിട്ട് പറയുക, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മോശമായ റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണും അത് കഴിഞ്ഞാൽ മണലൂർ പഞ്ചായത്തിലെ അന്തിക്കാടുമാണ്. ഈ അന്തിക്കാട്ടുകാരാണ് CPIയുടെ നേതാക്കന്മാർ മുഴുവൻ. പഴയ MP അവിടുന്ന് ജയദേവൻ അന്തിക്കാട് നിന്ന് MP വന്ന ആളാണ്. മുൻമന്ത്രി KP പ്രഭാകരൻ അവിടുത്തുകാരനാണ്. സുനിൽകുമാർ അവിടുത്തുകാരനാണ്. ഇപ്പോഴത്തെ MLA ബാലചന്ദ്രൻ അവിടുത്തുകാരാണ്. ഈ അന്തിക്കാടും അതുപോലെ കാഞ്ഞാണിയിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന അന്തിക്കാടും വലത്തോട്ട് പോകുന്ന ഗുരുവായൂർ റോഡും ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മോശമായ റോഡാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങൾക്കാകുമോ? ആർക്കും കഴിയില്ല. കാരണം ഗുരുവായൂർ എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജനങ്ങൾക്ക് പോകാനുള്ള ഏറ്റവും സുരക്ഷിതമായ ലളിതമായ വഴിയാണ് കാഞ്ഞാണി വഴി. അതിന് ഗതിയൊന്ന് നോക്കും നിങ്ങൾ. ഇപ്പോൾ ഗുരുവായൂർ പോയിട്ട് ഇത് അന്നദാനത്തിന് വിളമ്പിക്കൊടുക്കാൻ നിൽക്കുന്നു. അമ്പലങ്ങൾ മുഴുവൻ ഓടിയെത്തുന്നു. അവിടെ ശിവരാത്രിക്ക് ആഘോഷം അല്ലെങ്കിൽ ആശംസകൾ വന്ന് ബോർഡ് വയ്ക്കുന്നു. ഈ ആൾക്കാർ എന്തുകൊണ്ട് ഗുരുവായൂരിലെത്താൻ എത്ര മലയാളികളല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, വിദേശികളടക്കം ഗുരുവായൂർ വരുമ്പോൾ അവർക്ക് പോകാൻ നല്ല റോഡുണ്ടോ, സംവിധാനമുണ്ടോ? അതിനെപ്പറ്റി എന്താ ചിന്തിക്കാത്തത്? അന്തിക്കാട് നിങ്ങളൊന്ന് പോയി നോക്കണം, സങ്കടം വരും. കാരണം ഞാൻ അവിടെ അന്തിക്കാടുള്ള ഒരു സഖാവിനോട് ചോദിച്ചു, എന്താണ് സഖാവേ, നിങ്ങൾ വിചാരിച്ചാൽ ഈ നിങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതൊന്നും ശരിയാക്കാൻ പറ്റില്ലേ? അയാൾ എന്നോട് പറഞ്ഞത്, എൻ്റെ മോഹൻദാസ്ജി, ഞാനിത് പല ഗ്രൂപ്പിലും ഇട്ടു, എന്നെ തന്നെ തെറി പറയാൻ തുടങ്ങി എൻ്റെ കൂട്ടുകാർ. പിന്നെ എന്താ ചെയ്യുക? ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അവിടെ അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. അവർ ചിഹ്നത്തിൽ കവിഞ്ഞ് യാതൊന്നും ചെയ്യില്ല. പിന്നെ നിങ്ങൾ തന്ന ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാരണം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും യോജിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം വരില്ല. കാരണം ഒരു കാരണവശാലും കാരണം ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ആ ഒരു യോജിപ്പ്.
കാരണം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അണ്ടർഗ്രൗണ്ട് വർക്ക് അല്ലെങ്കിൽ വോട്ട് മറിച്ചു എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് ഈ അരിവാൾ കതിരിൽ വോട്ട് ചെയ്യുന്നവൻ ഒരിക്കലും കൈക്ക് വോട്ട് ചെയ്യാനും കൈക്ക് വോട്ട് ചെയ്യുന്ന കാലാകാലങ്ങളായി ചെയ്യുന്നവൻ അരിവാൾ കതിരിന് വോട്ട് ചെയ്യാനും നിൽക്കില്ല. മാത്രമല്ല കേരളത്തിൽ എങ്ങനെയെങ്കിലും UDF അടുത്ത പ്രാവശ്യമെങ്കിലും ഭരണം പിടിച്ചില്ലെങ്കിൽ UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കേരളത്തിൽ അപകടമാകും. മുസ്ലിം ലീഗൊക്കെ പിന്നെ ഈ കോൺഗ്രസിൻ്റെ കൂടെ UDFൽ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും UDF വോട്ട് മറിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് അങ്ങനെ നടക്കില്ല. അത് വെറും സ്വപ്നം മാത്രമായിരിക്കും. അവരവരുടെ രീതിക്ക് തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഏകദേശം 50%-നടുത്ത് 45-46% വോട്ട് വാങ്ങിക്കൊണ്ട് സുരേഷ് ഗോപി ഇവിടെ ജയിക്കും എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി മറിയും എന്നൊരു സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ചാൻസ് എന്നുള്ളതല്ല. കഴിഞ്ഞ തവണ UDFൻ്റെ പ്രചരണം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുന്നു, പ്രധാനമന്ത്രിയാകുന്നു, മറ്റ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ച് കേന്ദ്രമന്ത്രിമാരാകുന്നു എന്നുള്ള പ്രചരണം വരികയും ജനങ്ങളതൊരു പരിധിവരെ വിശ്വസിക്കുന്നത് പോലെ മാധ്യമങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം വീണ്ടും നരേന്ദ്രമോദി സർക്കാർ 400-ൽ പരം സീറ്റുകളുമായിട്ട് വരുമെന്നുള്ളത് ദേശീയ മാധ്യമങ്ങളും സർവേ റിപ്പോർട്ടുകളുമാണ്. ആ റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയുടെ ഒരു പ്രതിനിധി തങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും ആ പ്രദേശത്തിൻ്റെ വികസനത്തിനും. അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ ആണെങ്കിലും നിരവധി പ്രവാസികളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വ്യക്തിപരമായിട്ടും വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവയ്ക്കൊക്കെ പരിഹാരത്തിനും സഹായത്തിനുമൊക്കെ നല്ലത് കേന്ദ്ര ഭരണം ഉള്ള കക്ഷിയുടെ ഒരു പ്രതിനിധിയാണ് എന്നുള്ള ഒരു വികാരം സർവ്വസാധാരണമായിട്ട് ജനങ്ങളിലെല്ലാമുണ്ട്. അത് മാത്രമല്ല മറ്റ് എതിർ രാഷ്ട്രീയ ബന്ധങ്ങളിലും കക്ഷികളിലുമുള്ള ആളുകൾക്കും സുരേഷ് ഗോപി ഒരു പ്രാവശ്യം പ്രതിനിധിയാകണം ഉള്ള ഒരു വികാരം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിൻ്റെ ഇരട്ടി വോട്ടുകൾ ലഭിക്കാനാണ് സാധ്യത. അത്രയും വോട്ടുകൾ UDFലും LDFലും കുറവ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മധ്യ ഭാഗമായ തൃശ്ശൂരിൽ നിന്ന് വലിയ ഒരു അട്ടിമറി തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലുണ്ടാകും. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ജൂൺ 4-ാം തീയതി ഈ ഫലപ്രഖ്യാപനത്തിൽ കേരളത്തിന് അല്ല ലോകത്തിന് തന്നെ കാണാൻ സാധിക്കും. സുരേഷ് ഗോപി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ടല്ലോ. ആൾക്ക് നല്ലൊരു ഇത് കിട്ടണം. ഇതൊരു 3-ാം ഘട്ടമാണ്. മനസ്സ് തകർന്നുള്ളൊരു ആഗ്രഹമാണ്. ആളൊരു നല്ല നിലയിൽ പോകട്ടെ എന്നുള്ളൊരു ആശംസ നമ്മൾ ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു വന്ന താങ്കളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഇവിടെ ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നലുണ്ടോ? തോന്നൽ തൃശ്ശൂർക്കാർക്ക് ഒരു തോന്നലുണ്ട്. ഉണ്ട്. ഇത്തവണ ജയിക്കാൻ സാധ്യതയുണ്ട്. അത് ജയിക്കട്ടെ. ഇടതിനെയും വലതിനെയും പരീക്ഷിച്ചു, ഇനി ഒരു 3-ാമനെ പരീക്ഷിക്കാം എന്നാണോ? അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു കാര്യമല്ല. എന്നാലും ആളൊരു നല്ലൊരു കാഴ്ചകൾ വെച്ചിട്ടുണ്ട്. ആ ഒരു നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, താങ്ക് യു.